SAT ആശുപത്രിയിലും തെരുവുനായ ശല്യം രൂക്ഷമാണ്. കൂട്ടിരിപ്പുകാർക്കും കുട്ടികളുമായി ആശുപത്രിയിൽ എത്തുന്നവർക്ക് വലിയ ഭീതിയാണ് അതുണ്ടാക്കുന്നത്. 7 വയസ്സുകാരി പേവിഷബാധയേറ്റ് മരിച്ച SAT ആശുപത്രിയിലെ കാഴ്ചകൾ കാണാം. തെരുവുനായുടെ കടിയേറ്റ് 3 കുട്ടികളാണ് ഈ ഒരു മാസത്തിനിടയിൽ സംസ്ഥാനത്ത് മരിച്ചത്. അത്രയധികം വേദന ഉണ്ടാക്കിയ ഓരോ കുടുംബത്തിനും ഈ ഓരോ മരണങ്ങളും. അങ്ങനെ വരുമ്പോൾ പരമാവധി തെരുവുനായ ശല്യം അവസാനിപ്പിക്കാൻ ശ്രമങ്ങളാണ് അധികം നടത്തുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കുട്ടിയുടെ മരണമുണ്ടായ കുട്ടി ചികിത്സയിലുണ്ടായിരുന്ന SAT ആശുപത്രി പരിസരത്ത് ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടെയും തെരുവുനായകളുടെ വലിയ ശല്യമുണ്ട്. നിരവധി തെരുവുനായകൾ ഇവിടെ ഉണ്ട്. പലപ്പോഴും അത് ആളുകൾക്ക് കുട്ടികളാണ് കൂടുതലെത്തുന്നത്. കുട്ടികളെ കൊണ്ട് രക്ഷിതാക്കളാണ് കൂടുതലായി ഇവിടെ എത്തുന്നത്. അവർക്ക് തന്നെ ഏറ്റവും അധികം ഭയമുണ്ടാക്കുന്ന സാഹചര്യമാണ്. ഇതൊക്കെ പലതും ചിലതൊക്കെ ഈ പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ അല്ലെങ്കിൽ വരാതിരിക്കാനുള്ള വാക്സിൻ എടുത്തിട്ടുള്ള നായകളാണ്. അത്തരം നായകളായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും ഈ നായകൾക്ക് എപ്പോഴാണ് ഈ വിഷബാധ ഏൽക്കുന്നത് എന്ന കാര്യത്തിൽ കൃത്യമായ മറുപടി ആർക്കും ഉണ്ടാകില്ല. ഇതാണ് സാഹചര്യം. ഇതിപ്പോൾ ഈ രീതിയിൽ അക്രമാസക്തരാകുന്ന നായകളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ കുട്ടികളുമായി എത്തുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ വലിയ ഭീതി ഉണ്ടാക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. തീർച്ചയായും അരുൺ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ആളുകൾ എത്തുന്ന ആശുപത്രിയിലെ ഭീതിതമായ കാഴ്ചകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അവിടെയും തെരുവുനായ ശല്യം എത്രത്തോളം രൂക്ഷമാണ് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. എന്തായാലും